പ്രാക്ടിക്കലായിന്ന്. ഇതിലെയോ ഓഫ് കോഴ്സ് ഇതില് അത്യാവശ്യം നല്ല സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു മൂവി കൂടെയാണ്. അനു മേനോൻ, പിന്നെ അച്ഛന്റെ പേര് അല്ലല്ല, അത് ഓഫ് കോഴ്സ് ആ ഒരു ലെവലിനപ്പുറത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഈ ആൾക്കാർക്ക് മീൻസ് പോസ്റ്റേഴ്സിലൊന്നും അധികം ഫേസ് വരാത്ത കുറെ അധികം കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സീമാജ് നായർ ചേച്ചി ഭയങ്കര നന്നായിട്ട് ചെയ്തിരുന്നു. മറ്റേ പുള്ളിയുടെ പേര് കിട്ടുന്നില്ല, കിണ്ടി പേര് അല്ല, ആ പുള്ളിയുടെ പേര് കിട്ടാനിട്ടാട്ടോ. അപ്പൊ അതൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നു. നല്ല പേര് വിട്ടുപോയതാട്ടോ, സോറി. ഞാൻ ചെയ്തിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഫുൾ കാണുന്നത് ഞാൻ ആദ്യമായിട്ട്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ എലമെന്റ്സും സിനിമയിലുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതെ അതെ അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ ടോട്ടലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എനിക്ക് ആദ്യമായിട്ടാണ് ഈ എക്സ്പീരിയൻസ്. ഞാൻ അഭിനയിച്ച സിനിമ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പ്രേക്ഷകരോട് പോയി കാണുന്നത്. അപ്പോൾ ഞാൻ ഫുൾ ഇങ്ങനെ ഇരുന്നിട്ടാ കണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര ടോട്ടലി ഡിഫറെന്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആ, ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ എലമെന്റ്സും ഉണ്ട്. ക്യാമ്പസ്, അതിന്റെ കൂടെ തന്നെ ത്രില്ലർ ആസ്പെക്ട്സ് എല്ലാം ഈ സിനിമയിലുണ്ട്. അപ്പോൾ അവസാനം വരെ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും. അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന എക്സ്പീരിയൻസ് ചെയ്യാണ്. അത് ജസ്റ്റ് വാച്ചബിൾ ആണ്, കൊള്ളാം. പിന്നെ എനിക്കറിയില്ല, ഡയറക്ഷൻ ഭയങ്കര ഫെയിലിയർ ആയിട്ട് തോന്നി. ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. അത് ആർട്ടിസ്റ്റുകളെ യൂസ് ചെയ്തില്ല എന്ന് തോന്നി. പിന്നെ നാദരനെ ബിഗ് സ്ക്രീൻ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ദാറ്റ്സ് ഓൾ. താങ്ക് യു. സി ആയിട്ട് അഭിനയിക്കാൻ പറ്റി. അടിപൊളി സിനിമയാണ്. ക്ലൈമാക്സിൽ ഭയങ്കര ട്വിസ്റ്റൊക്കെ ഉണ്ട്. വളരെ അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡയറക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, MM സിദ്ദിഖ് സാറാണ്. പുള്ളി ഒരു പോലീസ് ഓഫീസറെ നല്ലൊരു മലയാള സിനിമ മേക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം, സപ്പോർട്ട് ചെയ്യണം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. സിനിമ കണ്ടു. നമ്മുടെ ശ്രീനാഥ് ബാസിയുടെ ഒരു അഭിനയ മികവ് കൊണ്ട് തന്നെ ഒരു ഫുൾ ടൈം എൻജോയ്മെന്റ് ചെയ്തും കണ്ണീരടിപ്പിച്ചും കാണാൻ പറ്റുന്ന ഒരു സങ്കടകരമായിട്ടുള്ള സിനിമയാണ്. സാമൂഹികാലിക രാഷ്ട്രീയം രക്തസാക്ഷികളെ ആസ്തമാക്കിയ ഒരു സിനിമയാണ്. ഒരു ഇമോഷണൽ ഒരു ക്യാമ്പസ് ഓറിയന്റഡ് സിനിമയാണ്. പിന്നെ അശ്വിൻ ലാൽ എന്ന നടന്റെ മികച്ച പെർഫോമൻസ് ഉണ്ട്. പിന്നെ കീർത്തന സുരേഷാണ് നായികയുടെ അഭിനയിച്ച മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുധീഷൊക്കെ മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി അശ്വത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ഷോകൾ കഴിയുമ്പോഴാണ് കറക്റ്റ് എന്താണെന്നുള്ള പ്രേക്ഷകരാണ് അഭിപ്രായം പറയണ്ടേ. പ്രേക്ഷകർ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണണം. അശ്വത്ത് പറയും എല്ലാവരും അത് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക, കണ്ടതിന് ശേഷം ആ അഭിപ്രായം അറിയിക്കുക എന്നുള്ളതാണ്. ഒരു നിങ്ങൾ പലരും സിനിമ കണ്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ആ സിനിമയുടെ അവസാനം വരുന്ന ഇമോഷനൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെയും ഒരു ഇത്. അപ്പോൾ അത് കറക്റ്റ് ആ മീറ്ററിൽ എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി ഇനി ഷോകൾ കഴിയുമ്പോൾ കറക്റ്റുള്ള റെസ്പോൺസുകൾ അറിയിക്കുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. നല്ല എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ട് ഒരു ഫേസ് തിയേറ്ററിൽ കാണുന്നത്. മുൻപ് ഞാൻ ഒരു തിയേറ്റർ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഒരു മൂവി തിയേറ്റർ വരുന്ന സമയത്ത് അത് ഓഫ്കോഴ്സ് എല്ലാവരുടെയും ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ നിലവിൽ നമ്മുടെ മലയാള സിനിമ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രാൻസ് പേഴ്സൺസിനൊക്കെ ഒരു വിസിബിലിറ്റി സിനിമകളിൽ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ അത് കുറച്ചും കൂടി നന്നായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഇതിലെന്റെ ക്യാരക്ടർ റോഷ്നി എന്നുള്ളൊരു പുതിയ ക്യാരക്ടറാണ്. ഞാൻ ഇവിടെയൊക്കെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ഭയങ്കര സീരിയസ് ആണ്, തെറ്റ് കണ്ടാൽ എതിർക്കുന്ന ഒരാളൊക്കെയാണ്. അപ്പം എന്നെ പൊതുവിൽ ആൾക്കാർ കണ്ടിഷ്ടപ്പെടുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഒരു ഫൺ അല്ലെങ്കിൽ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഒക്കെ പറയുന്ന ആളായിട്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് അത് സീരിയസ് ആയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കുന്നത്. പ്രാക്ടിക്കലായിന്ന്. ഇതിലെയോ ഓഫ് കോഴ്സ് ഇതില് അത്യാവശ്യം നല്ല സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു മൂവി കൂടെയാണ്. അനു മേനോൻ, പിന്നെ അച്ഛന്റെ പേര് അല്ലല്ല, അത് ഓഫ് കോഴ്സ് ആ ഒരു ലെവലിനപ്പുറത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഈ ആൾക്കാർക്ക് മീൻസ് പോസ്റ്റേഴ്സിലൊന്നും അധികം ഫേസ് വരാത്ത കുറെ അധികം കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സീമാജ് നായർ ചേച്ചി ഭയങ്കര നന്നായിട്ട് ചെയ്തിരുന്നു. മറ്റേ പുള്ളിയുടെ പേര് കിട്ടുന്നില്ല, കിണ്ടി പേര് അല്ല, ആ പുള്ളിയുടെ പേര് കിട്ടാനിട്ടാട്ടോ. അപ്പൊ അതൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നത്. നല്ല പേര് വിട്ടുപോയതാട്ടോ, സോറി. ഞാൻ